അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എന്ത് വില കൊടുത്തും ഹിജാബിയെ സ്വന്തമാക്കണം. അതാണ് ഷമ്മാസ് ആഗ്രഹിക്കുന്നത്. അതിന് എന്തൊക്കെ തന്നെ തടസ്സങ്ങളുണ്ടായാലും അതെല്ലാം നീക്കണം. തൻ്റെ ജീവിതത്തിൽ തനിക്കൊരു ഭാര്യയുണ്ടെങ്കിൽ അത് അവളായിരിക്കണം. അതൊക്കെയാണ് ഷമ്മാസ് ആഗ്രഹിക്കുന്നത്. അവൻ പടച്ചവനോട് നല്ല രീതിയിൽ ദ്വാ ചെയ്യുന്നുമുണ്ട്. പക്ഷേ ഷമ്മാസിൻ്റെ ജ്യേഷ്ഠൻ ഫൈസലിൻ്റെ ആദ്യ ഭാര്യയാണ് നുസൈബ എന്നുള്ള കാര്യം ഷമ്മാസ് അറിയുന്നേയില്ല. ഉമ്മയുടെ പ്രിയപ്പെട്ട മരുമകളായ നുസൈബയെയാണ് ഞാൻ സ്നേഹിക്കുന്നത് എന്നുള്ള കാര്യവും ഷമ്മാസ് അറിയുന്നില്ല. തൻ്റെ മകൻ സ്നേഹിക്കുന്ന പെണ്ണ് തൻ്റെ ആദ്യ മരുമകളെയാണ് എന്നുള്ള കാര്യം ഉമ്മയും അറിയുന്നില്ല, വീട്ടുകാരും അറിയുന്നില്ല. ഒരു പക്ഷേ കല്യാണമെല്ലാം റെഡിയായി വീട്ടിലേക്ക് നുസൈബയെ കൊണ്ടുവരുമ്പോൾ ആ ഒരു നിമിഷം അത് ഫൈസൽ കാണാനിടയായാൽ, അല്ലെങ്കിൽ അവരുടെ വീട്ടുകാർ അതറിയുമ്പോൾ, ഉമ്മ അതറിയുമ്പോൾ എന്തായിരിക്കും സ്ഥിതി? എന്തൊക്കെ അവിടെ നടക്കും? ഒരു പക്ഷേ ഉമ്മാക്ക് ഇഷ്ടപ്പെടുമായിരിക്കും. ഉമ്മയും ഷമ്മാസും കാണാൻ പോയാൽ തന്നെ ഉമ്മ അവളെ കണ്ട് ഞെട്ടും. പിന്നീട് തനിക്ക് തൻ്റെ പ്രിയപ്പെട്ട മരുമകളെ തിരിച്ചു കിട്ടുന്നു എന്നുള്ളൊരു സന്തോഷത്തിൽ ഉമ്മ വളരെയധികം സ്തുതി പറയുന്നുണ്ടാവും പടച്ചവനോട്. പക്ഷേ തൻ്റെ ഷമ്മാസ് ഇക്കാക്കയുടെ ഭാര്യയാണ് ഞാൻ സ്നേഹിച്ചത് എന്നറിയുമ്പോൾ ഒരു പക്ഷേ ഷമ്മാസ് എന്ത് പറയും, എന്ത് വിചാരിക്കും? പടച്ചവനെ, എൻ്റെ ജ്യേഷ്ഠന് അത് ഇഷ്ടപ്പെടുമോ? അല്ലെങ്കിൽ ഫൈസൽക്ക ഞങ്ങളെ ജീവിക്കാൻ സമ്മതിക്കുമോ എന്നുള്ള കാര്യങ്ങളെല്ലാം എന്താകും എന്ന് നമുക്ക് കാത്തിരിക്കാം. ഇന്ന് ഫൈസലിൻ്റെയും ഷമ്മാസിൻ്റെയും വീട്ടിൽ അന്ന് പതിവിലും നേരത്തെ ഫൈസലിൻ്റെ ഫോൺ ബെല്ലടിക്കുന്നു. ഫൈസൽ നല്ല ഉറക്കത്തിലാണ്. ഷാനി അതെടുക്കുന്നു. അവൾ അത് അറ്റൻഡ് ചെയ്ത് ഹലോ എന്ന് ചോദിച്ചപ്പോഴേക്കും ഫോൺ കട്ട് ചെയ്യുന്നു. ഷാനിക്ക് എന്തൊക്കെയോ ഒരു ദുരൂഹത, എന്തൊക്കെയോ സംശയങ്ങൾ. അല്ലെങ്കിലും ഈ ഒരു സമയത്ത് ആര് വിളിക്കാനാ? ടൈം ഇതാ 6:30 ആയിട്ടുള്ളൂ. ഈ ഒരു സമയത്ത് ഒരിക്കലും ഫൈസൽ ഉണരാറില്ല. ഇപ്പോഴെന്താ ഈ ഒരു സമയത്തൊരു കോളും? എൻ്റെ സൗണ്ട് കേട്ടപ്പോൾ അത് കട്ടാക്കുകയും ചെയ്തു. വിളിക്കണോ വിളിക്കണ്ടേ എന്നാലോചിച്ച് അതാ ഷാനി നിൽക്കുന്നു. വീണ്ടും അതാ ഒരു മെസ്സേജ് വരുന്നു. മെസ്സേജിൻ്റെ സൗണ്ട് ശരിക്കും കേട്ട് അതാ ഷാനി ആ ഫോൺ എടുത്തു. പെട്ടെന്ന് അതാ ഫൈസൽ എണീക്കുന്നു. എന്തിനാ എൻ്റെ ഫോൺ എടുത്തത്? അതെന്താ, എനിക്ക് ഫോൺ എടുക്കാൻ പറ്റില്ലേ? ഞാൻ നിങ്ങളെ ഭാര്യയല്ലേ? ഭാര്യയൊക്കെ തന്നെയാണ്. എന്തൊക്കെ തന്നെയാലും ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ എൻ്റെ പ്രൈവസിയിൽ അങ്ങനെ കൈ കടത്തുന്നത് എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് എത്രയോ ആളുകൾ, എത്രയോ കോളുകൾ വരുന്നുണ്ടാവും. അതൊക്കെ നീ എന്തിനാ അറ്റൻഡ് ചെയ്യാൻ നിൽക്കുന്നത്? ഫൈസൽ, അതിനെന്താ, ആരാണെന്ന് വിചാരിച്ച് എടുത്തു നോക്കിയതാണ്. അതെ, ഫോൺ വരുമ്പോഴൊന്നും അറ്റൻഡ് ചെയ്യാൻ നിൽക്കണ്ട, അതവിടെ റിങ് ചെയ്തോട്ടെ. തൻ്റെ ഭർത്താവിനെ ആരോ വിളിക്കുന്നുണ്ട്. ആ ഒരു കാര്യം ഷാനിക്ക് ശരിക്കും മനസ്സിലായി. അവൾക്ക് സമാധാനമില്ലായിരുന്നു. അവൾ വെറുതെ റൂമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. ഷാനി വാതിൽ തുറന്ന് പുറത്തെ വരാന്തയിലെത്തി. ഫൈസൽ അതാ ആ ഫോണെടുത്ത് വോയിസ് അയക്കുന്നു. അതെ, ഞാനങ്ങോട്ട് പാർക്കിലേക്ക് വരാൻ നടക്കാൻ. നീ എവിടെ ഉണ്ടാവുമോ? ദാ ഞാൻ എപ്പോൾ ഇറങ്ങാം. ഓക്കെ. ഷാനി അപ്പോഴേക്കും റൂമിലെത്തി. അല്ല ഫൈസൽ, ആരോടാണ് സംസാരിച്ചത്? അതെൻ്റെ കൂട്ടുകാരനോട്. അവന് നടക്കാൻ ഇറങ്ങുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും. അതിനെന്താ, ഇത് എല്ലാ കാര്യങ്ങളും പെണ്ണുങ്ങളോട് സൂചിപ്പിക്കുന്ന സ്വഭാവം എനിക്ക് ഇല്ല കേട്ടോ. ആ സ്വഭാവത്തിനോട് എനിക്ക് എതിരാണ്. എനിക്ക് എൻ്റെ പ്രൈവസി ഉണ്ട്. അതിൽ ആരെയും കൈകടത്താൻ ഞാൻ സമ്മതിക്കില്ല. നീ എന്താ എല്ലാ ക്വസ്റ്റ്യുമായി എൻ്റെ നേർക്ക് വരുന്നത്? ഹോ, ഇങ്ങനെയുണ്ടോ ഒരുത്തി? ഫോൺ ബെഡിലേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് അതാ ഫൈസൽ ബാത്റൂമിലേക്ക് കടക്കുന്നു, ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട്. ആ സമയം ഷാനി അതാ ഫോൺ എടുക്കുന്നു. അവൾ ആ പഴയ ലോക്കെടുത്ത് തുറക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ ഫൈസൽ ലോക്ക് മാറ്റിയിട്ടുണ്ട്. അവൾ ദേഷ്യത്തോടെ ബാത്റൂമിനടുത്ത് തന്നെ കാത്തു നിന്നു. ഫൈസൽ, നീ എന്താ ലോക്ക് മാറ്റിയോ? അതെ, ഫൈസലിൻ്റെ ലോക്ക് അങ്ങനെ പലവട്ടം ഞാൻ മാറ്റാറുണ്ട്. അതൊന്നും ചോദിക്കാനും പറയാനും ഇവിടെ ആയിട്ടില്ല. ലോക്കെന്നല്ല, എന്തും ഞാൻ മാറ്റിപ്പിടിക്കും. എന്താ? അതെനിക്കറിയാം. എന്തും മാറ്റിപ്പിടിക്കും. അത് അനുഭവിച്ചതാണ്. എന്താ, നിനക്കല്ലല്ലോ അനുഭവം ഉള്ളത്. വേറൊരുത്തി ഉണ്ടായിരുന്നല്ലോ ഇവിടെ, അവൾക്കും ഉണ്ടാവുമല്ലോ അനുഭവം.
അല്ലെങ്കിലും ആ നുസൈബ് രക്ഷപ്പെട്ടതാണ്. നിങ്ങൾ ഇങ്ങനത്തെ ഒരുത്തനാണെന്ന് ഞാൻ ഒരിക്കലും അറിഞ്ഞില്ല. എങ്ങനത്തെ ഒരുത്തനെന്ന് നീ പറയുന്നത്? ദേ, അനാവശ്യമായി നീ ഒന്നും പറയാൻ നിൽക്കണ്ട കേട്ടോ. പറഞ്ഞാലുണ്ടല്ലോ പല്ലടിച്ച് പൊട്ടിക്കും ഞാൻ. ഇപ്പോൾ എന്നെ അടിച്ച് പൊട്ടിക്കാനൊക്കെ ആയില്ലേ? അന്ന് എത്ര സ്നേഹത്തിലായിരുന്നു എന്നോട് പെരുമാറിയിരുന്നത്. ഇപ്പം അതൊക്കെ പോയി. നീ ഓരോന്നിനല്ലേ രാവിലെ തന്നെ ഏതെടുക്കാമെന്നത്? എനിക്ക് വരുന്ന ഫോണൊക്കെ നീ എന്തിനാ അറ്റൻഡ് ചെയ്യുന്നത്? ഷാനി, എൻ്റെ കൂടെ ജീവിക്കുമ്പോൾ കുറച്ചൊക്കെ കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ണ് ചിമ്മേണ്ടി വരും. അതെൻ്റെ ഇഷ്ടമാണ്, എൻ്റെ ശീലമാണത്. അതിൽ ഒരുത്തിക്കും അവകാശമില്ല. എനിക്കെൻ്റെ ഇഷ്ടങ്ങൾ ഞാൻ തിരഞ്ഞെടുക്കും. ഒന്ന് മാറി തരൂ മുന്നിന്ന്. ഫൈസൽ അതാ വീടിന് പുറത്തേക്ക് ഇറങ്ങി പോകുന്നു, അവൻ്റെ ബുള്ളറ്റ് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട്. നടക്കാൻ പോവാന്ന് പറഞ്ഞിട്ട് ബുള്ളറ്റിലാണോ പോകുന്നത്? ഷാനി വിചാരിച്ചു. പാർക്കിന് പുറത്ത് ബുള്ളറ്റ് നിർത്തിക്കൊണ്ട് അതാ ഫൈസൽ പാർക്കിലേക്ക് കടക്കുന്നു. അതെ, അവൻ വിചാരിച്ച ആളവിടെ കാത്തു നിൽക്കുന്നുണ്ട്. അത് മറ്റാരുമല്ല, ആ ഫാൻസിയിലെ ആ പെണ്ണ്. നീ എന്നെ ഒരുപാട് ഇവിടെ കാത്തിരുന്നോ? ഇല്ല ഫൈസൽ, ഞാനിതാ ഇപ്പോൾ വന്നിട്ടേ ഉള്ളൂ. എന്താ നിൻ്റെ മുഖത്തൊരു വാട്ടം? അത് എനിക്ക് കുറച്ച് പ്രയാസങ്ങളുണ്ട്. എന്ത് പ്രയാസം? ഞാനുണ്ടാകുമ്പോൾ നിനക്ക് എന്ത് പ്രയാസമാണ്? പറയൂ. അതൊക്കെ ഞാൻ പിന്നെ പറയാം. എൻ്റെ പെണ്ണേ, നിനക്ക് എന്തുണ്ടെങ്കിലും എന്നോട് പറയാലോ. ഫൈസൽ, നിൻ്റെ ഭാര്യ അറിഞ്ഞാൽ അത് പ്രശ്നമല്ലേ? എന്ത് പ്രശ്നം? എന്തിന് പ്രശ്നം? നമുക്ക് നമ്മുടെ ജീവിതത്തിൽ എൻജോയ്മെൻറ്റോടെ ജീവിക്കണം. അതിനെന്ത് പ്രശ്നം? ആരെയാണ് പേടിക്കുന്നത്? എനിക്കൊരു പേടിയില്ല. സത്യം പറഞ്ഞാൽ എൻ്റെ ബേബി എൻ്റെ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷമാണ് എനിക്ക് വല്ലാത്തൊരു സന്തോഷം ഉണ്ടായത്. അല്ലാത്ത ജീവിതം ആകെ ഒരു ടെൻഷനായിരുന്നു മൊത്തത്തിൽ. എന്തെന്നറിയില്ല, ജീവിതത്തിനോട് വല്ലാത്തൊരു വെറുപ്പ്. നിന്നെ കണ്ടതിന് ശേഷം എല്ലാം ഇപ്പോൾ റെഡിയായി. ഇപ്പോൾ ഞാൻ സമാധാനത്തോടെ ഉറങ്ങുന്നു. ഫൈസൽ, സത്യമായിട്ടും എന്നോട് ഇഷ്ടമുണ്ടോ? പിന്നെന്താ നീ എന്തെങ്ങനെയൊക്കെ പറയുന്നത്? നിനക്ക് വേണ്ടി എല്ലാം ഞാൻ തരും. പിന്നെ നിനക്ക് എന്താണ് വിഷമമെന്ന് പറഞ്ഞത്? ഫൈസൽ, അത് എനിക്ക് ഫൈസലിൻ്റെ കൂടെ ജീവിക്കാനൊക്കെ ഇഷ്ടമാണ്. പക്ഷേ എൻ്റെ ജീവിതത്തിനൊരു സമാധാനമല്ല. എന്ത് സമാധാനത്തിൻ്റെ കാര്യമാണ് നീ പറയുന്നത്? പറയൂ. എനിക്കൊരുപാട് കടങ്ങളുണ്ട്. ഓഹോ, അതാണോ? കടമാണോ? നിൻ്റെ കടം എൻ്റെയും കടമാണ്. നിൻ്റെ വിഷമം എൻ്റെയും വിഷമാണ്. നിൻ്റെ സന്തോഷം എൻ്റെയും സന്തോഷമാണ്. അതുകൊണ്ട് എൻ്റെ ബേബിക്ക് കടമുണ്ടെങ്കിൽ അതൊക്കെ ഞാൻ വീട്ടൂലേ. പിന്നെ എന്തിനാ നീ വിഷമിക്കുന്നത്? ആ കാര്യത്തിലൊന്നും യാതൊരു ടെൻഷനും വേണ്ട. പിന്നെ നാളെ വരുമ്പോഴേ ഞാൻ വാങ്ങിച്ചു തന്ന ആ ഡ്രസ്സ് ഇട്ടുകൊണ്ട് നീ ഒന്ന് വരണം കേട്ടോ. ഫൈസൽ, അതല്പം മോഡേൺ ഡ്രസ്സല്ലേ? അത് ഇട്ട് വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങി വരുമ്പോഴേ എന്തിന് നീ പേടിക്കണം? നിനക്ക് മടിയാണെങ്കിലേ ഞാൻ കാറുമായി വരാം. അതാകുമ്പോൾ ആ ഡ്രസ്സിൽ നിന്നെ കാണാൻ വല്ലാത്ത ഭംഗിയായിരിക്കും. ഓക്കെ, നമ്മൾ നടക്കാനെന്ന് പറഞ്ഞിട്ടല്ലേ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്? നടക്കാനൊക്കെ എന്ന് പറഞ്ഞ് ഇറങ്ങാതെ പിന്നെ അവിടെ നിന്ന് എങ്ങനെ രക്ഷപ്പെടും? അതേ, എൻ്റെ ഭാര്യ ഉണ്ടല്ലോ, എനിക്കൊരു സമാധാനം തരില്ല. അവൾ എൻ്റെ ജീവിതം എടുത്ത് കയ്യിൽ വെച്ചേക്കാണ്. എൻ്റെ ഇഷ്ടത്തിലൊന്നും അവൾ എനിക്ക് വിട്ടു തരുന്നതിനില്ല. ഒന്നും എല്ലാം ക്വസ്റ്റ്യൻസാണ്. ബേബി, നിനക്ക് എൻ്റെ കൂടെയുള്ള ജീവിതം ഇഷ്ടമല്ലേ? സത്യം പറഞ്ഞാൽ നിൻ്റെ ആ കണ്ണുകൾ എത്ര മനോഹരമാണ്. നിനക്ക് എന്താ എൻ്റെ കൂടെ ജീവിക്കാൻ താല്പര്യമല്ലേ? ഫൈസൽ, ശരിക്കും എനിക്കിഷ്ടമാണ് ഫൈസലിനെ. പക്ഷേ നിങ്ങളുടെ ഫാമിലിയെക്കുറിച്ചോ ആലോചിക്കുമ്പോഴാണ് എനിക്കൊരു പേടി. അത് വല്ലാത്ത പ്രശ്നമാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട്. എൻ്റെ ഫാമിലി നിനക്കറിയായിട്ടാണ്. എനിക്ക് ഇപ്പോഴുള്ള ഭാര്യ എൻ്റെ രണ്ടാമത്തെ പെണ്ണാണ്. ആദ്യത്തെ പെണ്ണെന്ന് വെച്ചാൽ അവൾ ഇപ്പോഴുള്ള ഭാര്യയേക്കാൾ ഒന്നുകൂടി സുന്ദരിയായിരുന്നു, ലജ്ജാവതിയായിരുന്നു. എന്നിട്ട് ഫൈസൽ, എന്തു പറ്റി? അവളെ ഡൈവേഴ്സ് ചെയ്തോ? ഞാൻ ചെയ്തു. കാരണം ഞാൻ വരച്ച വരയിൽ അവൾ നിൽക്കൂല. അവൾക്ക് അവളുടെ ഇഷ്ടങ്ങളാണ്. എനിക്കിഷ്ടം എനിക്കനുസരിച്ച് നിൽക്കുന്ന പെണ്ണുങ്ങളാണ്. അപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ എന്നെയും... ഹേയ്, എൻ്റെ ബേബിയെ ഞാൻ കളയില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ നിന്നോട്, ഞാൻ വാങ്ങിത്തന്ന ഡ്രസ്സ് ഇടാൻ വേണ്ടിയിട്ട് അതിട്ടുകൊണ്ട് വരണം നാളെ. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞതനുസരിക്കണേ
എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് നീങ്ങണ പെൺകുട്ടികളാണ് എനിക്കിഷ്ടം. അപ്പോൾ ഫൈസലിൻ്റെ ഇപ്പോഴത്തെ ഭാര്യയോ? അവൾ ഓക്കെയാണ്, എല്ലാം കൊണ്ട് അവൾ ഓക്കെ ആയിരുന്നു. എനിക്കനുസരിച്ച് എല്ലാം അവൾ ചെയ്തിരുന്നു. പക്ഷേ ഇപ്പം എനിക്ക് പറ്റാത്തൊരു കാര്യമുണ്ട്. അതെന്താ? എൻ്റെ ഫോൺ എടുത്ത് നോക്കുക, എൻ്റെ മെസ്സേജ് എടുത്ത് നോക്കുക, വായിക്കുക, അതെനിക്കിഷ്ടമല്ല. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് എൻ്റെ ജീവിതത്തിൽ കുറച്ച് സ്വാതന്ത്ര്യങ്ങളുണ്ട്. ആ കാര്യം എനിക്ക് എൻ്റെ ഇഷ്ടം പോലെയൊക്കെ നടക്കണം. അതിലാരെങ്കിലും കൈ കടത്തിയാൽ പിന്നെ അവരോട് എനിക്കിഷ്ടമല്ല. സത്യം പറഞ്ഞാൽ വെറുപ്പാണ് എനിക്ക് ഷാനിയെ. എത്രയായാലും നിങ്ങളെ ഭാര്യ തന്നെയല്ലേ? ആണ്, ആയിരിക്കാം. പക്ഷേ അവളുടെ സ്വഭാവം അത്ര നല്ലതല്ല. ഫൈസൽ, കുറേ സമയമായില്ലേ? എനിക്ക് ഷോപ്പിലേക്ക് പോകാനായി. കുറച്ച് നേരത്തെ ഇറങ്ങിയതായിരുന്നു. ബേബി, എന്നാ മോള് പോയിക്കോ, ഞാൻ കൊണ്ടുവിടട്ടെ. അതാ പാർക്കിന് പുറത്താണ് ബുള്ളറ്റ് ഉള്ളത്. ആ, എന്നാ വരാം. പാർക്കിന് പുറത്തുള്ള ആ ഒരു ബുള്ളറ്റിൽ അതാ ഫൈസൽ കയറുന്നു. പിന്നാലെ ആ പെണ്ണും. എടി പെണ്ണേ, നമുക്ക് ഒരു ടൂർ അങ്ങോട്ട് പോയാലോ? ആരറിയാൻ, എന്നെ എൻ്റെ വീട്ടിൽ നിന്നും അന്വേഷിക്കില്ല. ഇനിയിപ്പോൾ വിളിക്കുകയാണെങ്കിൽ തന്നെ ഇതാ ഷാനി, അവൾ വിളിക്കും. അവൾ ശല്യപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. അതങ്ങ് സ്വിച്ച് ഓഫ് ആക്കാം, അതൊന്നൊരു വിഷയമല്ല. ഒരു ടൂർ പോയാലോ? 2 ദിവസം കഴിഞ്ഞ് തിരിച്ചു വരാം. ഫൈസൽ, ഇപ്പോൾ വേണ്ട. കാരണം എന്തെങ്കിലും വീട്ടിൽ നിന്നെങ്കിലും കളവ് പറഞ്ഞിറങ്ങണം, അല്ലാതെ ഒരിക്കലും നടക്കില്ല. മറ്റത് എന്നെ അന്വേഷിക്കും, അപ്പോൾ പ്രശ്നമാവും. അതിനേക്കാളും നല്ലത് ഇങ്ങനെ ഷോപ്പിൽ നിന്ന് ടൂറുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞിറങ്ങിയാൽ കുഴപ്പമില്ലല്ലോ. 2 ദിവസമോ 3 ദിവസമോ എങ്ങനെയായാലും കുഴപ്പമില്ല. ആഹാ, നീ എല്ലാത്തിനും റെഡിയാണല്ലേ? അതെ ഫൈസൽ, നിൻ്റെ കൂടെ പോരാൻ എത്ര രസമാണ്. നിൻ്റെ സംസാരം കേൾക്കാൻ എന്ത് രസമാണ്. സത്യമായിട്ടും എനിക്ക് ഫൈസലിനെ ഒത്തിരി ഇഷ്ടമാണ്. അത് കേട്ടാൽ മതി ബേബി. എന്തായാലും എൻ്റെ ജീവിതത്തിലേക്ക് സമാധാനവുമായി നീ വന്നല്ലോ. നീ ഉണ്ടാകുമ്പോൾ എനിക്ക് വളരെ ഹാപ്പിയാണ് സത്യമായിട്ടും. എന്നാൽ ഞാൻ ഇവിടെ ഇറങ്ങിക്കോളാം. ഇത്ര പെട്ടെന്ന് എത്തിയോ? എൻ്റെ ബേബിയുടെ കൂടെ കുറച്ച് സമയമെങ്കിലും നിൽക്കുമ്പോൾ വലിയൊരു ആശ്വാസമായിരുന്നു. എന്നാൽ ശരി, ടാറ്റാ, ബൈ. ഫൈസൽ ബൈക്ക് തിരിച്ചു. അതെ, വീട്ടിലേക്ക് പോവുകയാണ്. ഉമ്മ സിറ്റ് ഔട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. ഫൈസലേ, എവിടെ നിന്ന് ഇടത്തിൽ രാവിലെ തന്നെ വരുന്നത്? അല്ലെങ്കിൽ ഈ നേരത്തെ എണീക്കലും പോലില്ലല്ലോ. ഉമ്മ, ഞാൻ നടക്കാൻ ഇറങ്ങിയതായിരുന്നു. ബൈക്കായിട്ടാണോ നടക്കാൻ ഇറങ്ങണേ? അല്ല, ഞാനവിടെ പാർക്കിൽ പോയിട്ട് അവിടെയാണ് നടന്നിരുന്നത്. അവിടെ ഇഷ്ടംപോലെ സ്ഥലമുണ്ടല്ലോ. ഇവിടെ നിന്ന് അങ്ങോട്ട് പോയാലോ, ഇവിടെ മെയിൻ റോഡും കാര്യങ്ങളൊക്കെ അല്ലേ. ഫൈസൽ നേരെ മുകളിലത്തെ റൂമിലേക്ക്. വാതിൽക്കൽ തന്നെ അതാ ഷാനി നിൽക്കുന്നു ദേഷ്യത്തോടെ. എങ്ങോട്ട് പോയതായിരുന്നു? എനിക്കതിപ്പം അറിയണം. ഞാൻ നടക്കാൻ പോയത്. എന്താ? നടക്കാൻ അല്ലേ, ബുള്ളറ്റും കൊണ്ട്. അതെ, ഷാനിയെ എന്താ പൊട്ടത്തിയാക്കണോ? എനിക്ക് ആരെയും പൊട്ടത്തിയാക്കേണ്ട ആവശ്യമില്ല. ഞാൻ എൻ്റെ ജോഗിങ്ങിന് പോയതാണ്. അപ്പോൾ നിനക്കെന്താ അതൊക്കെ ഇങ്ങനെ ചോദിക്കാൻ? അതെ, ഭാര്യയായിട്ട് ഞാനിവിടെ ഉണ്ട്. പിന്നെ വേറെ പെണ്ണുങ്ങളുടെ കൂടെ നടക്കാനാണെങ്കിൽ ഞാനങ്ങ് പോയേക്കാം. പിന്നെ ഞാൻ ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ. എന്നാൽ പിന്നെ സമാധാനമായി എനിക്ക്. ആഹാ, നിങ്ങളെന്താ വിചാരിച്ചത്? ഞാൻ നിങ്ങളെ അങ്ങനെ അങ്ങ് വിട്ടു തരുന്നോ? ഒരിക്കലുമില്ല. ഏത് പെണ്ണിൻ്റെ കൂടെയാണ് ഇപ്പോൾ നിങ്ങളുടെ കറക്കം? അതെനിക്കൊന്ന് അറിയണം. ഷാനി, നീ എന്നെ തെറ്റിദ്ധരിക്കരുത്. പിന്നെ തെറ്റിദ്ധരിക്കാതെ? നിങ്ങളുടെ സ്വഭാവം അതല്ലേ ഷാനി. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, എനിക്ക് ആദ്യം ഒരു ഭാര്യ ഉണ്ടായിരുന്നു. അവൾ എന്നോട് ക്വസ്റ്റ്യൻ ചെയ്തിട്ടില്ല. അവൾ എന്നോടൊന്നും ചോദിച്ചിട്ടില്ല. അവളൊരു പൊട്ടത്തിയായി. ഞാനങ്ങനെയല്ല കേട്ടോ, ഒരിക്കലും. അത് വിചാരിച്ചിട്ട് എന്നെ കളിപ്പിക്കാൻ നോക്കണ്ട. ഞാൻ പറഞ്ഞല്ലോ, എനിക്കൊരു ഫ്രീഡം ഉണ്ട്. അതനുസരിച്ച് ഞാൻ പ്രവർത്തിക്കും. എന്നെ ചോദ്യം ചെയ്യണ്ട. നിൻ്റെ ആ മുഖം കാണുന്നതിന് എനിക്ക് പേടിയാണ്, എനിക്ക് ദേഷ്യമാണ്. ഇപ്പോൾ ദേഷ്യമായി, പേടിയായി. അന്ന് എന്തൊക്കെയായിരുന്നു? ഷാനി, എനിക്ക് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം നീ തരണം. നീ എന്നെ ഇങ്ങനെ എല്ലായിടത്തും ഇങ്ങനെ പിടിച്ചു വെക്കണം എന്തിനാണ്? എനിക്ക് എൻ്റെ ഇഷ്ടം പോലെ ജീവിച്ചൂടെ? അത് പറ്റില്ല ഫൈസൽ. അതെങ്ങനെ പറ്റാൻ? ഞാനുള്ളപ്പോൾ നിൻ്റെ ഇഷ്ടം പോലെ നടക്കാൻ പറ്റില്ല. നിനക്കെന്താ, ഞാനില്ലേ? അല്ലെങ്കിലും എന്നോടിപ്പോൾ വെറുപ്പായി തുടങ്ങിയില്ലേ? ഫൈസൽ അതാ ബെഡിലേക്ക് കിടക്കുന്നു. ഫോൺ എടുത്തു. അതാ അവളുടെ മെസ്സേജ് വരുന്നു.
എത്തിയോ ഫൈസൽ? സുഖമായി എത്തി. ഇപ്പോഴിവിടെ നല്ല പൊരിക്കലാണ്. ആണോ? സാരല്ലടാ, എന്നെ കൊണ്ടല്ലേ നിനക്ക് അങ്ങനെയൊക്കെ വന്നത്. നിൻ്റെ കൂടെ ജീവിച്ചാൽ മതിയായിരുന്നു. ഇനിയിപ്പോൾ ഇതിൻ്റെ കൂടെ ജീവിക്കുന്ന കാര്യം എനിക്കത്ര വലിയ ഉറപ്പൊന്നുമില്ല. ഒന്ന് പോയി തന്നാലും വലിയൊരു ആശ്വാസമായിരുന്നു. അത് പോകുന്നുമില്ലല്ലോ. അപ്പം നിങ്ങളെന്നെ ഡോക്ടറുടെ അടുത്തേക്ക് പോയതോ? അത് അവളുടെ നിർബന്ധത്തിന് പോയതാണ്. എന്താ കുഞ്ഞുങ്ങൾ ഉണ്ടാകണില്ലാന്നോ എന്തൊക്കെ പറഞ്ഞിട്ട്. എനിക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. അവളുടെ നിർബന്ധപ്രകാരമാണ് പോയത്. ഫൈസൽ, ഞാൻ നിൻ്റെ ജീവിതത്തിലേക്ക് വന്നത് ഒരു പ്രശ്നമായില്ലേ? നിങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾ തുടങ്ങിയില്ലേ? എൻ്റെ പെണ്ണേ, എനിക്ക് നീ ഇല്ലാതെ പിന്നെ എന്ത് സമാധാനമാണ്? ആകെയുള്ളൊരു ആശ്വാസവാക്ക് നിൻ്റേത് മാത്രമാണ്, അല്ലാതെ ഒരിക്കലും അവളുടേതല്ല. അവൾ എന്നെ എപ്പോഴും വിമർശിക്കും, എന്നെ എപ്പോഴും പരിഹസിക്കും, അതുപോലെ തന്നെ ചീത്ത പറയും. ഇതൊക്കെ കേട്ട് ഞാൻ മടുത്തതാണ്. പല പ്രശ്നങ്ങളും ഞങ്ങളെ ജീവിതത്തിൽ ഉണ്ടാവാറുണ്ട്. അതൊക്കെ സത്യം പറഞ്ഞാൽ വീട്ടിലുള്ള ആളുകൾക്കൊക്കെ എന്നെക്കുറിച്ച് അറിയാം. അത്രക്കും പ്രശ്നക്കാരിയാണ്. എനിക്ക് എൻ്റേതായ സ്വാതന്ത്ര്യം തരില്ല, അതാണ് വിഷയം. അപ്പോഴേക്കും ഷാനി അതാ റൂമിലേക്ക് വന്നു. ഫൈസൽ, ആ ഫോണൊന്ന് എടുത്ത് കാട്ട്. എൻ്റെ ഫോണോ? എന്തിന്? അതൊന്ന് തരാനാ പറഞ്ഞത്. ഞാൻ തരില്ല. എൻ്റെ ഫോൺ എന്തിനാണ് നീ നോക്കുന്നത്? എനിക്കങ്ങനെ ഒരുപാട് കമ്പനിയും കാര്യങ്ങളും ഉണ്ടാകും. അതൊക്കെ നീ എന്തിനാണ് നോക്കുന്നത്? ഫോണ് തരാനാണ് ഫൈസലിനോട് പറഞ്ഞത്. ദേ, ഫോണെങ്ങാനും തന്നില്ലെങ്കിൽ ഇതാ ഞാൻ ഇവിടെയൊക്കെ വിളിച്ച് പറയാം എല്ലാവരോടും ഫൈസലിൻ്റെ സ്വഭാവത്തിനെ കുറിച്ച്. നീ പറഞ്ഞിട്ട് വലിയതല്ലേ. എൻ്റെ ഫോൺ ഞാൻ തരില്ല. തരാനാ പറഞ്ഞത് ഫൈസലിനോട്. ഫോണ് താ. എന്തിന്? എൻ്റെ എല്ലാം ചൂഴ്ന്നെടുക്കാനോ? അതേ ഫൈസൽ, നീ വിചാരിച്ച ആളല്ല കേട്ടോ. നിന്നെ പേടിച്ച് നിൽക്കുന്ന ആളുമല്ല. ഫൈസൽ, മര്യാദക്ക് ഫോൺ കയ്യിൽ തന്നോ. ആർക്കാണ് മെസ്സേജ് അയക്കുന്നത്, ആർക്കാണ് വോയിസ് അയക്കുന്നത്? ഞാനൊന്ന് നോക്കട്ടെ. എനിക്ക് ഇഷ്ടമുള്ളവർക്ക് ഞാൻ മെസ്സേജ് അയക്കും, വോയിസ് അയക്കും. അതിലൊക്കെ കൈ കടത്താൻ നിനക്ക് എന്ത് അധികാരമുള്ളത്? അത് പറ. ഫൈസൽ, ഞാൻ നിൻ്റെ ഭാര്യയാണ് എന്നുള്ള കാര്യം മറന്നുല്ലേ? അതെ, എനിക്കിതിന് മുമ്പ് ഒരു ഭാര്യ ഉണ്ടായിരുന്നു. അവൾ എന്നെ ചോദ്യം ചെയ്തിട്ടില്ലല്ലോ. അതുപോലെ തന്നെ ജീവിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ഇവിടെ നിൽക്കുക, അല്ലെങ്കിൽ എടുക്കാളെടുത്ത് പോകാം. മുകളിലത്തെ റൂമിൽ നിന്നുള്ള സംഭാഷണം കേട്ടുകൊണ്ട് ഉമ്മ പറഞ്ഞു ഷമ്മാസിനോട്, മോനെ, ഓല് തുടങ്ങിക്കണ്. ഉമ്മ, അതെന്താണ് പ്രശ്നം? എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാവും, അതന്നെയല്ലേ എന്നും പരിപാടി. എനിക്ക് ഉറപ്പാണ് എന്തെങ്കിലുമൊക്കെ ആവും എന്നുള്ളത്. ആദ്യത്തെ പെണ്ണുങ്ങൾ ഉണ്ടായിരുന്നു, എന്ത് സുഖമായിരുന്നു. ഓൾക്ക് നല്ലൊരു പെൺകുട്ടിയായിരുന്നു. ഓളൊരൊച്ച ഈ വീട്ടിൽ കേൾക്കൂല. അത്രക്കും നല്ല അച്ചടക്കമുള്ളൊരു പെൺകുട്ടിയായിരുന്നു. അതിനൊക്കെ ഓൻ അങ്ങനെ കടുപ്പം കാട്ടിയില്ലേ? അപ്പോൾ പഠിച്ചവനായിട്ട് കൊടുത്തതിനാണ് ശിക്ഷ. അല്ലെങ്കിലും പെണ്ണുങ്ങളെ കടുപ്പം കാട്ടിയാൽ അത് ദുനിയാവിൽ തന്നെ കിട്ടും എന്നൊക്കെ പറയുമല്ലോ. അതന്നെയാണ് ഇപ്പോൾ കണ്ടില്ലേ ഓന് കിട്ടണത്. നന്നായി, അത് കുറച്ച് ഓനും അനുഭവിക്കട്ടെ. ഉമ്മ, വേണ്ട. ഇക്കാക്ക് അറിവില്ലായ്മ കൊണ്ട്. എന്തറിവില്ലായ്മ? ഇതിലൊന്നും ഒരു അറിവില്ലായ്മയില്ല. എന്താ ഒരാളെ ഇടങ്ങാറാക്കാൻ പാടില്ല എന്നുള്ള കാര്യം ഓനക്കറിയില്ലേ? ഫൈസൽ അതാ ദേഷ്യത്തോടു കൂടി താഴേക്ക് ഇറങ്ങി വരുന്നു. മോനെ, ഇതാ വരുന്നുണ്ട്. എന്താ ഫൈസലെ അവിടെ വലിയ ബഹളം? എന്താ, എനിക്കിവിടെ ഒന്നിനും സ്വാതന്ത്ര്യമില്ല. അതന്നെ, ഞാനങ്ങോട്ട് തിരിയാനും പറ്റില്ല, ഇറങ്ങാനും പറ്റില്ല. അപ്പോഴേക്കും എൻ്റെ നേർക്ക് വരും. എന്താ ഇപ്പം, എങ്ങനെ ഇപ്പം ഇത് ജീവിക്കുക? പോയി തരുന്നുമില്ല. രജിസ്റ്റർ മാരേജ് ചെയ്തു. അല്ലെങ്കിൽ ഒന്നങ്ങോട്ട് പോയി തന്നൂടെ? എൻ്റെ ഇഷ്ടത്തിന് വിട്ടു തന്നൂടെ? മോനെ, ഞാൻ എന്നോട് പറഞ്ഞില്ലേ, എന്നോട് ഇനി നിങ്ങളുടെ ഒരു ഉപദേശമൊന്നും വേണ്ട. ഫൈസൽ ദേഷ്യത്തോടെയാണ് അന്ന് ഇറങ്ങിപ്പോകുന്നത്. ഫൈസലെ, മോനെ, ഈ ചായ കുടിക്കാതെ പോണത്? ചായ ഒന്നും വേണ്ട, അല്ലെങ്കിൽ തന്നെ വയറ് നിറഞ്ഞു. അവൻ പെട്ടെന്നതാ ബുള്ളറ്റ് എടുത്തുകൊണ്ട് പോകുന്നു. ഇനിയിപ്പോൾ ഓൻ ഓഫീസിലേക്കാണ് നേരെ പോകുന്നത്. ഇനി എപ്പോഴേ വരാവോ? ഷാനി അതാ മുകളിൽ നിന്ന് വിളിക്കുന്നു. അവളുടെ ഫാമിലിയിൽപ്പെട്ട ആർക്കാണെന്നറിയില്ല, എല്ലാ കാര്യങ്ങളും പറയുന്ന ആൾക്കാണ്. ഹലോ. എന്താണ് പതിവില്ലാത്തൊരു വിളി? ഒന്നുമില്ല. അതെ, എൻ്റെ ഭർത്താവ് ഫൈസൽ, ഓനക്ക് ഇപ്പോൾ മറ്റൊരാൾ പെണ്ണോട് ബന്ധമുണ്ട് തോന്നുന്നുണ്ട്. എടി, ഞാൻ നിന്നോട് അപ്പോഴേ പറഞ്ഞില്ലേ? അല്ലെങ്കിലും ഒരു ഭാര്യയുള്ള ആളുടെ കൂടെ ഒന്നും അവരോട് സംസാരിക്കാനും കൊഞ്ചിക്കൊഴയാനും അവരുടെ കൂടെ പോകാനൊന്നും പാടില്ല. അതൊക്കെ നമുക്ക് തിരിച്ചു കിട്ടുമെന്ന് അറിയില്ലേ?
നീ എന്ത് കരുതിയിട്ടോ ഓൻ്റെ കൂടെ പോയത്? അതും ഒരു പെണ്ണുണ്ടായിക്കൊണ്ട് അങ്ങനെ പോകാൻ പാടില്ലല്ലോ. അങ്ങനെ ആകുമ്പോൾ നമുക്ക് തിരിച്ചു കിട്ടും. ഇനിയിപ്പോൾ എന്ത് പറയാനാ, മുറുക്കി പിടിച്ചു നിന്നോ, അല്ലെങ്കിൽ അതും ഇല്ലാതാവും. നിനക്ക് കടിച്ചതും ഉണ്ടാവില്ല, പിടിച്ചതും ഉണ്ടാവില്ല. ഇനിയിപ്പോൾ വീട്ടുകാരേതായാലും എന്നെ കയറ്റൂല. കാരണം എന്താ, നീ നിൻ്റെ അനിയത്തിൻ്റെ ഹസ്ബൻഡിൻ്റെ കൂടെ ആദ്യം പോയതല്ലേ, പിന്നല്ലേ എൻ്റെ കൂടെ കൂടിയത്. അപ്പോൾ എന്തായാലും ആ ഒരു പ്രതീക്ഷ വേണ്ട. പിന്നെ ഇത് കിട്ടിയത് പിടിച്ചു നിന്നോ, അല്ലെങ്കിൽ നിനക്ക് ഒന്നും ഉണ്ടാവില്ല. എല്ലാ കാര്യങ്ങളും പങ്കുവെക്കുന്ന കൂട്ടുകാരിയായിരുന്നു അവൾ. അവൾ പറഞ്ഞത് കേട്ട് ശരിക്കും ഷാനിക്ക് ബോധം വന്നു. ശരിയാണ്, ഇവിടെ പിടിച്ചു നിൽക്കുക തന്നെ വേണം. ഫൈസലിനെ ഞാൻ വിട്ടുകൊടുക്കൂല, അത് ഞാൻ സമ്മതിക്കില്ല, ഉറപ്പാണ്. ഉമ്മയും ഷമ്മാസും സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. മോനെ എന്നുള്ള സ്ഥിതി തന്നത്, അതാണ് ഞാൻ പറഞ്ഞത്. ഹയറായ പെൺകുട്ടികളൊക്കെ ആയിക്കഴിഞ്ഞാൽ ഈ പ്രശ്നം ദുൽമൊന്നും ഉണ്ടാവില്ലല്ലോ. ഇത് ഇവരിങ്ങനെ ഈ പെണ്ണുങ്ങളെ ഭരണം, ആണുങ്ങളെ. എന്നാലും ഫൈസൽ ഓൻ്റെ ഇഷ്ടത്തിനെ നടക്കുള്ളൂ. പെണ്ണുങ്ങളെ നോൻ വില വെക്കുകയില്ല, ഓൻ ആ സ്വഭാവമില്ല. പഠിച്ച റബ്ബേ, ഇനിയിപ്പോൾ ഇതിൻ്റെ ഷമ്മാസിന് എങ്ങനത്തതാവും കിട്ടുക. ഇവിടെ വന്ന് കയറിനൊക്കെ ഈ ഒരു സൈസ് തന്നെയാണ്. വന്നതിലിപ്പോൾ നല്ല കുട്ടി, എൻ്റെ ആദ്യത്തെ മരോളായിരുന്നു. ഓള് പോവുകയും ചെയ്തു. ഇനിയിപ്പോൾ ഒരു പ്രതീക്ഷയില്ല. ഉമ്മ, നിങ്ങളെപ്പോഴും അവളെക്കുറിച്ച് ഇങ്ങനെ സംസാരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ എന്താണ് ഇത്താത്ത ചെയ്തത്? മോനെ, ഈ എന്തേ പറയണത്? അവളൊന്നും ചെയ്തിട്ടില്ല. ഓനാണ് ഇങ്ങനൊരു സ്വഭാവം കാട്ടണത്. ഒരു പെണ്ണുണ്ടായിക്കൊണ്ട് ഓളെ മുമ്പിൽ വെച്ച് ഇങ്ങനെ ചാറ്റ് ചെയ്യുക, കോൾ ചെയ്യുക, വിളിക്കുമ്പോൾ ഇറങ്ങി പോവുക, പാതിരാക്കി കയറി വരിക. അങ്ങനെയൊക്കെ ഏതെങ്കിലും പെൺകുട്ടികൾ സഹിക്കുമോ? ആ കുട്ടി എന്നും കണ്ണീരായിരുന്നു. അതിന് കുറേ നേരം കാത്തിരിക്കും ഓൻ വരാൻ വേണ്ടിയിട്ട്. ഓൻ കയറി വരല്ലോ 1 മണിക്ക് 1:30. എന്താ പിന്നെ കഥ? ഞാൻ പറയും, മോളെ ഈ പോയി കിടന്നോ. പാവം, അത് പോയി കിടക്കൂല. പിന്നെ എൻ്റെ അവിടെ താഴത്ത് വന്നൊക്കെ കിടക്കും. എന്നിട്ട് പിന്നെ ഓൻ വന്നാലൊക്കെ എണീറ്റ് പോവും. അങ്ങനെയൊക്കെയാണ്. പാവാണ് ഉമ്മ. ഒരുപാട് കഷ്ടപ്പെട്ടില്ലേ ഇത്താത്ത? മോനെ, ഒരുപാടെന്ന് വെച്ചാൽ ഒരുപാട് കഷ്ടപ്പെട്ടു. എന്താ ചെയ്യുക, ആ കുട്ടിക്ക് നല്ലൊരു ജീവിതം പഠിച്ചവൻ കൊടുക്കട്ടെ. പിന്നെ ഇവിടെ ഇട്ടിട്ട് ഇടങ്ങാറാക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാനാണ് കൊണ്ടാക്കി കൊടുത്തത്. ഉമ്മ, നിങ്ങൾ കൊണ്ടാക്കിയതാണോ? ആ മോനെ, അല്ലാതെ ഇടങ്ങാറാവില്ലത് ഇവിടെ കിടന്ന്. ഇവിടുത്തെ പണി മുഴുവൻ ചെയ്യും, എല്ലാം ചെയ്യും. എത്ര പെട്ടെന്നോ. സുബഹിൻ്റെ മുമ്പ് എണീറ്റ് തഹജ്ജുദും നിസ്കാരം ഖുർആൻ പാരായണം ഒക്കെ കഴിച്ചിട്ട് അടുക്കളയ്ക്ക് അങ്ങോട്ട് ഇറങ്ങും. അതാണ് പെൺകുട്ടി. പെൺകുട്ടികളെന്ന് വെച്ചാൽ അങ്ങനെയാണ്. എന്നിട്ട് ചായക്ക് വെള്ളം വെക്കലും, എനിക്കുള്ള ചുടുവെള്ളം, അന്നാണ് എനിക്കൊരു വയ്യാത്തൊരു കാലമായിരുന്നു, എനിക്കുള്ള വെള്ളം തിളപ്പിച്ച് വെക്കലും, എന്നെ വിളിക്കലും. പാവം, ഇത്രയും എൻ്റെ കുട്ടീനെ നോക്കിയിരിക്കണം. എന്നെ കുറേ തലയിലൂടെയൊക്കെ വെള്ളം പറന്ന് കുളിപ്പിച്ച് തന്ന് നല്ല നോക്കിയിരിക്കണം. എന്നെ മാത്രമല്ല, ഫൈസൽ എത്ര മാസം കിടന്നു ആ കട്ടുമ്മൽ. ഓളല്ലേ നീപ്പിച്ച് നടത്തിയത്. ഒരു അറപ്പൊന്നുമില്ലാതെ എല്ലാ കാര്യങ്ങളും അവനക്ക് വേണ്ടിയാണ് ചെയ്തു കൊടുത്ത്. അങ്ങനത്തെ പെൺകുട്ടികളൊക്കെ എവിടെ കിട്ടണേ? ഇനിയിപ്പോൾ ഈ ഒരു ഇതിൽ തന്നെ അവസ്ഥ തന്നെ അവനക്ക് എന്തെങ്കിലും പറ്റുകയാണെങ്കിൽ ഓള് നോക്കുമോ? എനിക്ക് തോന്നുന്നില്ല. ഓളെങ്ങനെ നോക്കണേ? നല്ലൊരു പെൺകുട്ടിയായിരുന്നു. ഉമ്മ, ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. പഠിച്ചോ നമുക്ക് വിധിച്ച സമയത്തല്ലേ നമുക്ക് അവരൊന്നും കിട്ടുള്ളൂ. പഠിച്ചോനെ അത്രേ വിധിച്ചിട്ടുണ്ടാവുള്ളൂ. പിന്നെ ആയിരിക്കും ഇങ്ങനെയൊക്കെ വിധിച്ചത്. അത് സാരില്ല. ഇപ്പോൾ നഷ്ടപ്പെട്ട് നോക്കിയിട്ട് നമ്മൾ കരഞ്ഞിട്ട് കാര്യമില്ലല്ലോ. മോനെ, അത് വല്ലാത്തൊരു നഷ്ടം തന്നെയാണ് എനിക്ക്. വല്ലാത്തെന്ന് വെച്ചാൽ മനസ്സിന് വല്ലാതെ വേദന ഉളവാക്കുന്ന നഷ്ടം. എന്നെങ്കിലും ഈ പെണ്ണെന്നുണ്ട് ഇറങ്ങിപ്പോയാൽ ഓളെ കൊണ്ടുവരാമെന്ന് വിചാരിച്ചതാണ്. പക്ഷെ ഓള് പോയില്ല. ഓളെ ലക്ഷ്യം വേറെ എന്തൊക്കെയാണ്. ഓൻ്റെ അടുത്തുള്ള കുറേ പൈസയൊക്കെ ഓള് കൈക്കലാക്കിയിട്ടുണ്ടാവും. അല്ലെങ്കിലും പെണ്ണുരുമ്പെട്ടാൽ നടക്കാത്തതായിട്ടൊന്നുമില്ലല്ലോ. ഉമ്മ, എന്തപ്പം ചെയ്യലേ? ഇക്കാക്കാൻ്റെ ഈ ഒരു സ്വഭാവം എന്താണാവോ. ഉമ്മ, എന്നാൽ ഞാൻ ഇറങ്ങട്ടെ കേട്ടോ, ഒരുപാട് സമയമായില്ലേ. മോനെ ഇറങ്ങാനായോ? ആ ഉമ്മ. ഉമ്മയോട് സലാം പറഞ്ഞ് അതാ ഷമ്മാസ് കാർ എടുക്കുന്നു. കാർ എടുത്തുകൊണ്ട് അന്ന് ഷമ്മാസ് പോയത് നേരെ പോകുന്ന വഴിക്കല്ല. ഇന്ന് ഇക്കാക്കയുടെ ഓഫീസിന് മുമ്പിലൂടെ ഒന്ന് പോകണം. എൻ്റെ ഒരു ഫ്രണ്ടിനെയും കാണാനുണ്ട്. ഷമ്മാസ് അതാ നേരെ വാഹനം ആ വഴിക്ക് വിടുന്നു. 25 മിനിറ്റ് യാത്രയ്ക്ക് ശേഷം അതാ ഇക്കാക്കയുടെ ഓഫീസിൻ്റെ മുന്നിലൂടെ ഷമ്മാസ് പാസ് ചെയ്യുകയാണ്. ഇക്കാക്കി ഒന്ന് കണ്ടാലോ, ഒന്ന് സംസാരിച്ചാലോ, കാര്യങ്ങളൊക്കെ ഒന്ന്. ചിലപ്പോൾ ദേഷ്യം പിടിക്കും.
ഹേയ് എന്ന് കരുതി മിണ്ടാതിരിക്കുന്നത് ശരിയല്ലല്ലോ. ഷമ്മാസ് കാറ് നിർത്തിക്കൊണ്ട് അതാ ഓഫീസിലേക്ക് കയറുവാൻ വേണ്ടി നിൽക്കുന്നു. പെട്ടെന്ന് ഷമ്മാസ് ഇടതുഭാഗത്തേക്ക് നോക്കി. ആ ഒരു കാഴ്ച കണ്ട് ഷമ്മാസ് ശരിക്കും ഞെട്ടിപ്പോയി. അതാ ഇക്കാക്ക ഒരു ഫാൻസിയുടെ അടുത്ത് ഒരു പെണ്ണുമായി സംസാരിച്ച് നിൽക്കുന്നു. ഇക്കാക്ക ഒന്നും അറിയുന്നേയില്ല. അവളുമായി സംസാരത്തിൽ മുഴുകിയിരിക്കുകയാണ്. പഠിച്ചോനെ, എന്താപ്പത്? വെറുതെയല്ല ഷാനിത്ത വല്ലാതെ ചൂടാവുന്നത്. സംഭവം ഇക്കാക്കാക്ക് ഇവിടെ ഒരാൾ സെറ്റായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തൽക്കാലം ഞാനങ്ങ് മാറിപ്പോയേക്കാം. ഇനിയൊരു പക്ഷെ അവരുടെ മുമ്പിൽ പെട്ടാൽ അത് ഇക്കാക്ക് ഒരു ചമ്മലായിരിക്കും. ഷമ്മാസ് വേഗം വണ്ടി തിരിക്കുന്നു. അപ്പോഴും ഫൈസൽ സംസാരത്തിൽ മുഴുകിയിരിക്കുകയാണ്. ആരൊക്കെയോ ഓഫീസിൽ വന്ന് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അതൊന്നും ഫൈസൽ ശ്രദ്ധിക്കുന്നേയില്ല. അവൻ സംസാരത്തിൽ മുഴുകിയിരിക്കുകയാണ്. ഷമ്മാസ് പെട്ടെന്ന് തന്നെ വണ്ടി തിരിച്ച് മുന്നോട്ട് പോന്ന്. ഇക്കാക്കാക്ക് ഈ പെണ്ണിനെ ആദ്യമേ കിട്ടിയിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ആ ഷാനിത്തെ കണ്ടാൽ പഠിച്ചോനെ ഒന്നും ഉണ്ടായിട്ടല്ല, എങ്കിലും നമുക്കനുസരിച്ചൊരു ഒന്നുമല്ല, വസ്ത്രധാരണവും കാര്യങ്ങളും ഒക്കെ കുറച്ച് മോശമാണ്. അതുകൊണ്ട് തന്നെ ഇവള് മാന്യമായി ചുരിദാർ ഇട്ടിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിനകം കെട്ടിക്കൂടായിരുന്നല്ലോ. എന്താപ്പോ ഇങ്ങനെയൊക്കെ? ഷമ്മാസിന് അതിനെക്കുറിച്ചുള്ള ചിന്ത മാത്രമായിരുന്നു. ഇനി തൻ്റെ ഷോപ്പിലേക്ക് 20 മിനിറ്റ് പോവാനുണ്ട്. ഷമ്മാസ് ടൈം നോക്കി. ഇല്ല, ഹിജാബ് എത്താൻ ടൈം ആവുന്നേ ഉള്ളൂ. പിന്നെ ഇത്ര ധൃതിയിലൊന്നും പോകേണ്ട ആവശ്യമില്ല. 20 മിനിറ്റ് യാത്രയ്ക്ക് ശേഷം അതാ ഷമ്മാസ് ഷോപ്പിന് മുമ്പിലെത്തുന്നു. വണ്ടി നിർത്തി. പക്ഷെ വണ്ടിയിൽ നിന്ന് ഷമ്മാസ് ഇറങ്ങിയില്ല. വണ്ടിയിൽ തന്നെ നിന്നു. ഇനി 5 മിനിറ്റ് കൂടി മാത്രമേ ബാക്കിയുള്ളൂ ആ ബസ് വരുവാനായിട്ട്. തൽക്കാലം ഇവിടെ തന്നെ നിൽക്കട്ടെ, വണ്ടി പാർക്കിലേക്ക് തൽക്കാലം ഇപ്പോൾ ഇടണ്ട. ആ ബോസ് വന്നു. അപ്പോഴേക്കും സ്റ്റാഫുകൾ ബോസിനെ കാത്തു നിൽക്കുന്നു. ദാ ഇപ്പോൾ വരാം, 2 മിനിറ്റ് എന്ന് പറഞ്ഞ് ഷമ്മാസ് ആംഗ്യം കാണിക്കുന്നു. അപ്പോഴേക്കും അതാ നുസൈബയുടെ ആ ബസ് ഷമ്മാസിൻ്റെ ആ ഷോപ്പിന് മുമ്പിൽ വന്ന് നിൽക്കുന്നു. അതെ, കാറിൻ്റെ തൊട്ടടുത്തായിക്കൊണ്ട്. ഷമ്മാസ് കാർ അവിടെ നിർത്തിയത് മറ്റൊന്നുകൊണ്ടുമല്ലായിരുന്നു. അത് ഹിജാബിയെ അടുത്തു നിന്ന് ഒന്ന് കാണണം. അതുകൊണ്ട് മാത്രമാണ് ഷമ്മാസ് അവിടെ തന്നെ നിർത്തിയത്. അവർ ഓരോരുത്തരായി അതാ ബസ് ഇറങ്ങുന്നു. ആകാംക്ഷയോടെ സൈഡ് ഗ്ലാസ് താഴ്ത്തിക്കൊണ്ട് ഷമ്മാസ് ആ ബസ്സിൻ്റെ ഡോറിനടുക്കിലേക്ക് നോക്കി. കുട്ടികളെയെല്ലാം ഇറക്കി ബസ് അത് ഡോറടിച്ച് പോകുന്നു. ഒരു നിമിഷം ഷമ്മാസ് ഞെട്ടിപ്പോയി. അപ്പോൾ ഹിജാബി അവളെന്നില്ലേ? ഹേയ്, ഷമ്മാസിന് ആകെ നിരാശയായി. ഇത്രയും പ്രതീക്ഷയോടെ ആകാംക്ഷയോടെ കാത്തിരുന്ന ആ മനോഹരമായ കണ്ണുകൾ, അതെ അവളിന്നില്ല. ഹിജാബി, എൻ്റെ ഹിജാബി ഇന്ന് വന്നിട്ടില്ല. എന്തായിരിക്കും കാരണം? അങ്ങനെയാണെങ്കിൽ ഞാനിന്ന് ഷോപ്പിൽ വരുന്നില്ലായിരുന്നു. ഷമ്മാസ് വെറുതെ വണ്ടി തിരിച്ചു. ആ ബസ് വന്ന ആ വഴിയിലൂടെ അതാ തിരിച്ചു പോകുന്നു. എങ്കിലും ഈ വഴിയാണ് അവൾ വരേണ്ടത്. ബോസ് എങ്ങോട്ടാണെന്ന മട്ടിൽ അതാ സ്റ്റാഫ് വിളിക്കുന്നു. ബോസ് എങ്ങോട്ടാണ് തിരിച്ചു പോകുന്നത്? അവിടെ എന്താ? അത് ഞാനിപ്പോൾ വരാം. ആ ബസ് വരുന്ന ആ ഭാഗത്തേക്ക് തന്നെ ഷമ്മാസ് അതാ കാർ ഓടിച്ചു കൊണ്ട് പോകുന്നു. തൻ്റെ ഹിജാബി വരുന്ന വഴികൾ, അവളുടെ വീട് അതെങ്ങനെ കണ്ടുപിടിക്കും? വെറുതെ അവൾ വരുന്ന ആ വഴികളിലൂടെ ഷമ്മാസ് അതാ കാറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഹിജാബി അവൾ എവിടെയായിരിക്കും? ഹേയ്, അവളില്ലാതെ ആ ഭാഗത്ത് നിൽക്കാൻ എനിക്ക് കഴിയുന്നില്ല. സത്യം പറഞ്ഞാൽ അവളുടെ വീടൊന്ന് കണ്ടുപിടിച്ചിരുന്നെങ്കിൽ, അതൊന്ന് കാണാൻ കഴിഞ്ഞിരുന്നെങ്കിൽ. ഇതുവരെയായിട്ട് ഒരിക്കൽ പോലും ഞാൻ അവളുടെ പിന്നാലെ പോയിട്ടില്ല. അല്ലെങ്കിലും അവൾ ബസ്സിൽ കയറുമ്പോൾ ജസ്റ്റ് ബാക്കിലൊന്ന് പിടിച്ചാൽ മതിയായിരുന്നു. ആ കാറൊന്ന് ഓടിച്ചുകൊണ്ട് പോയാൽ മതിയായിരുന്നു. അവൾ ഇറങ്ങുന്ന സ്ഥലവും എല്ലാം ഒന്ന് കണ്ടുപിടിക്കാമായിരുന്നു. പക്ഷേ ഇതുവരെ അതൊന്നും കണ്ടുപിടിച്ചില്ല. ഇന്നാണ് ഭയങ്കര സങ്കടം അവളെ കാണാത്തതിലുള്ള. എത്രയോ പ്രതീക്ഷകൾ മനസ്സിൽ നിറച്ചുകൊണ്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. പക്ഷേ എൻ്റെ ഹിജാബി അവളെ മാത്രം കണ്ടില്ല. സത്യമായിട്ടും എനിക്ക് അവളുടെ മനോഹരമായ കണ്ണുകൾ കാണാൻ ഒത്തിരി കൊതിയായി. എൻ്റെ ഹിജാബി
ഞാൻ നിന്നെ തേടി വരികയാണ്. നീ എവിടെയാണ്? എനിക്ക് നിന്നെ കണ്ടേ തീരൂ. സത്യമായിട്ടും ഹിജാബി, നിനക്ക് എന്നെ ഇങ്ങനെ മറക്കാൻ കഴിയുന്നു? പക്ഷേ എനിക്ക് കഴിയുന്നില്ല. എനിക്ക് നിന്നെ കാണണം. നിന്റെ മനോഹരമായ കണ്ണുകൾ എനിക്ക് കാണണം ഹിജാബി. ഷമ്മാസ് ഓരോന്നാലോചിച്ചുകൊണ്ട് അതാ വണ്ടി നേരെ ഓടിച്ചു കൊണ്ട് പോവുകയാണ്. എങ്ങോട്ടെന്നില്ലാതെ തൻ്റെ ഹിജാബിയെ കണ്ടുപിടിക്കണം. അവളുടെ വീട് എവിടെയാണെന്ന് അറിയണം. അതിനുള്ള ആഗ്രഹം കൊണ്ട് ഒന്നും ചോദിക്കാതെ പറയാതെ അതാ ഷമ്മാസ് ഇറങ്ങിത്തിരിക്കുകയാണ്. കാണാക്കിനാവിൻ കണിയാകുമോ നീ, കാണും നിലാവിൽ മായാതെ മാഞ്ഞോ, ആത്മാവിലെ ആനന്ദമേ ആരാരുമറിയാതെ കാക്കുന്ന